ദുൽഖർ സൽമാനെ നായകനാക്കി രാജീവ് രവി സംവിധാനം ചെയ്ത കമ്മട്ടിപ്പാടം നിറഞ്ഞ സദസ്സിൽ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നു. പി ബാലചന്ദ്രനാണ് കമ്മട്ടിപ്പാടത്തിന്റെ തിരക്കഥ സംഭാഷണം തയ്യാറാക്കിയിരിക്കുന്നത്. ഛായാഗ്രഹണം ഒരുക്കിയിരിക്കുന്നത് മധു നീലകണ്ഠനാണ്. ഗാനരചന അൻവർ അലി, സംഗീതം കെ ജോൺ, പി വർക്കി, വിനായകൻ, എഡിറ്റർ അജിത് കുമാർ. ദുൽഖർ സൽമാൻ, വിനായകൻ, ഷോൺ റോയ്, സൗബിൻ ഷാഹിർ, സണ്ണി വെയിൻ, വിനയ് ഫോർട്ട്, ഷൈൻ ടോം ചാക്കോ, പി ബാലചന്ദ്രൻ, ഷാലു, അഞ്ജലി അനീഷ് തുടങ്ങിയ താരനിര കമ്മട്ടിപ്പാടത്തിലെ കഥാപാത്രങ്ങളാകുന്നു. കമ്മട്ടിപ്പാടം എന്ന ടൈറ്റിലിനെ കുറിച്ച് പറഞ്ഞാൽ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിന്റെ പുറകിലും റെയിൽവേ സ്റ്റേഷന്റെ അപ്പുറത്തുമുള്ളതുമായ സ്ഥലത്തിന്റെ പണ്ടത്തെ പേരായിരുന്നു കമ്മട്ടിപ്പാടം. പണ്ട് അത് വെറും പാടങ്ങൾ മാത്രമായിരുന്നു. ഇന്നത് ഗാന്ധിനഗർ, ഗിരിനഗർ, ജവഹർ നഗർ, കുമാരനാശൻ നഗർ എന്നിങ്ങനെ VIPകൾ താമസിക്കുന്ന കോളനികളായി മാറി. ഇത്തരത്തിൽ പാടങ്ങളും വയലുകളും മാറി നാഗരികതയുടെ ലോകോത്തര തരത്തിലേക്ക് വളർന്നു വന്ന പുത്തൻ തലമുറയുടെ മനുഷ്യരുടെ കഥ പറയുന്ന സിനിമയാണ് കമ്മട്ടിപ്പാടം. വർഷങ്ങളായി മുംബൈയിൽ ജീവിക്കുന്ന കൃഷ്ണനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നാട്ടിൽ നിന്നും തൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് ഗംഗൻ വിളിക്കുന്നു. ആ വിളിയിൽ എന്തോ പന്തികേട് തോന്നിയ കൃഷ്ണൻ ഗംഗനെ തേടി നാട്ടിലേക്ക് എത്തുകയാണ്. താൻ ജനിച്ചു വളർന്ന കളിച്ചു നടന്ന തൻ്റെ നാട് കണ്ട് അത്ഭുതപ്പെട്ടുപോയി. എല്ലാം മാറിയിരിക്കുന്നു. ഗ്രാമത്തിന്റെ മുഖം അന്യമായി. നഗരത്തിന്റെ ബാഹ്യമായ ആവേശത്തളപ്പിൽ വികസിതമായി തൻ്റെ ജന്മസ്ഥലം കണ്ട് കൃഷ്ണൻ ഞെട്ടി എന്ന് തന്നെ പറയാം. അയാൾ തന്നെ വിളിച്ചു വരുത്തിയ തൻ്റെ സുഹൃത്ത് ഗംഗനെ അന്വേഷിച്ചു. പക്ഷേ ഗംഗനെ കണ്ടില്ല. ഗ്രാമം മാത്രമല്ല, തൻ്റെ കൂടെ കളിച്ചു വളർന്ന എല്ലാവരും ആപ്പാടെ മാറിക്കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുന്ന കൃഷ്ണൻ പുതിയ നഗരത്തിന്റെയും ആളുകളുടെയും മാറ്റങ്ങൾ കാണുന്നു. കൃഷ്ണനിലൂടെ അയാളുടെ പുതിയ അനുഭവങ്ങൾ ദൃശ്യവൽക്കരിക്കുന്ന സിനിമയാണ് കമ്മട്ടിപ്പാടം. ഗംഗനും കൃഷ്ണനും അടങ്ങുന്ന ഒരു കൂട്ടം കൂട്ടുകാരുടെ അഥവാ കൊട്ടേഷൻ ഗ്യാങ്ങിന്റെ കഥ പറയുന്നു കമ്മട്ടിപ്പാടം. ദുൽഖറിന്റെ വേറിട്ട ഗെറ്റപ്പുകൾ തന്നെയാണ് കമ്മട്ടിപ്പാടത്തിന് ഏറ്റവും വലിയ പ്രത്യേകത. ഇതിനായി ദുൽഖർ ഏറെ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. പ്രായവും പക്വതയുമുള്ള കഥാപാത്രത്തിലേക്ക് മാറുന്നതിനായി ഒത്തിരി ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. പുതുമുഖം ഷോൺ റോയിയാണ് ദുൽഖറിന്റെ നായികയായി എത്തുന്നത്. ദുൽഖറിന്റെ സുഹൃത്ത് ഗംഗനായി വേഷമിടുന്നത് വിനായകനാണ്. വിനായകൻ തന്റെ വേഷം അതിഗംഭീരമാക്കി. രാജീവ് രവി ഒത്തിരി കഥാപാത്രങ്ങളെ, ഒത്തിരി ക്യാരക്ടറുകളെ ചിത്രത്തിൽ വ്യത്യസ്ത തലത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്നിനോട് മെച്ചം. കഥയിലോ സ്ക്രിപ്റ്റിലോ ചില അപാകതകൾ, ആവശ്യമില്ലാത്ത ലാഗിംഗ് സീനുകൾ അലോസരപ്പെടുത്തുന്നുണ്ട്. എങ്കിലും ചിത്രീകരണം മികവുറ്റതാക്കാൻ സംവിധായകനും ക്യാമറമാനും ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റീവ് ലോപ്പസിന് ശേഷം രാജീവ് രവി സംവിധാനം ചെയ്ത കമ്മട്ടിപ്പാടം ഗ്ലോബൽ യുണൈറ്റഡ് മീഡിയയുടെ ബാനറിൽ പ്രേം മേനോൻ നിർവഹിക്കുന്നു. ചിത്രം ഒരു പരിപൂർണ ആക്ഷൻ ത്രില്ലറാണ്.